എല്ലാവരും വലിയ സംശയത്തിലാണ്. രാമായണത്തെക്കുറിച്ച് വേടൻ പറഞ്ഞത് കേൾക്കണമോ, കാട്ടാളനായ വാൽമീകി പറഞ്ഞത് കേൾക്കണമോ എന്ന്. പക്ഷെ നമ്മുടെ മുന്നിൽ വേടൻ പറയുന്നതിന് മുമ്പേ രാമായണത്തെക്കുറിച്ച് പറഞ്ഞു വെച്ച അനേകം പണ്ഡിതന്മാരുണ്ട്. അതിലേറ്റവും പ്രധാനി ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. അദ്ദേഹം രാമായണത്തെ കമ്പോട് കമ്പ് വായിക്കുകയും അതിൻ്റെ ധാർമ്മിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ കാവ്യാത്മകതയെ പലവൊരു മനഃപ്പാഠമാക്കുകയും ചെയ്ത ശ്രീ സുകുമാർ അഴീക്കോട്. അദ്ദേഹം രാമായണത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകം എൻ്റെ ജീവിതത്തിൽ ഞാൻ മനഃപ്പാഠമാക്കിയ ഒരു ഗദ്യമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ഇരുണ്ടതെന്ന് ഇന്നുള്ളവർക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രാചീന യുഗത്തിൽ അന്നത്തെ നാഗരിക ജീവിതത്തിന്റെ സുന്ദരമായ വൈചിത്ര്യത്തിൽ നിന്നും അകന്നു കഴിഞ്ഞ വനചരനായൊരു മുനി ധ്യാനത്തിൽ നിന്നും സമ്പാദിച്ച അന്തർദർശനങ്ങളെ കൊണ്ട് ചമച്ചൊരു കാവ്യത്തെ വെളിച്ചത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു മഹാരാജ്യത്തിന്റെ മാറി മാറിപ്പോകുന്ന തലമുറകൾ മടി കൂടാതെയും മതിയാവാതെയും നെഞ്ചേറ്റിൽ അളിച്ചുകൊണ്ടിരുന്നാൽ ആ കവിത്വമില്ലേ കവിത്വം, ഉത്തമവും പരമാദരണീയവുമായ കവിത്വം. അതാണ് സുകുമാർ അഴീക്കോട് രാമായണ മഹത്വത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ അപ്പുറം കേരളത്തിന്റെ മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി കിട്ടിയത് എങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കണം. മലയാളത്തിന് കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി തരുമ്പോൾ അതിൻ്റെ യോഗ്യതകളിലൊന്ന് 1000 വർഷത്തെ പഴക്കം രാമായണത്തിന് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന കൃതിക്കുണ്ടാവണമെന്നാണ്, ആ ഭാഷയിലെ കൃതിക്ക്. അങ്ങനെ നമ്മൾ നിർദ്ദേശിച്ചൊരു കൃതിയാണ്, നമ്മുടെ പണ്ഡിതന്മാരും എല്ലാവരും കേന്ദ്ര സർക്കാരിന് വിളിച്ചൊരു കൃതികളിൽ ഒന്നാണ് ഇരാമചരിതം. മലയാളത്തിൽ ആദ്യ കൃതിയായി പരിഗണിക്കുന്നത് ഇരാമചരിതം അല്ലെങ്കിൽ രാമചരിതം പാട്ട് ആണ്. ഈ രാമചരിതം എഴുതിയത് ചീരാമൻ എന്ന കവിയാണ്. അതിലൊരു വരി എങ്ങനെയാണ്, ഒരു ശ്ലോകം: താരിടൈ മണം പുണർന്നു തരിനിരൈ തടൈന്തു പോന്ന മാരുത തേവൻ വെன்று വഴിയതൻ അരുളി ചെയ്താൻ. ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നും, ഇത് തമിഴാണോ? പക്ഷെ തമിഴല്ല എന്ന് തമിഴ് അറിയാവുന്നവർക്കറിയാം. തമിഴിന്റെ ഒരു ലക്ഷണങ്ങളും വ്യാകരണ പദ്ധതികളും അതിലില്ല. പക്ഷെ സ്വതന്ത്രമായൊരു ഭാഷയായി മലയാളം വികസിക്കാൻ തുടങ്ങിയതിന്റെ അടയാളമായിരുന്നു ഈ രാമചരിതം അല്ലെങ്കിൽ രാമചരിതം പാട്ട്. അത് എഴുതുന്ന ആളുടെ പേര് ചീരാമൻ എന്നായിരുന്നു. അപ്പോൾ അതിന് എത്രയോ മുമ്പോ ശ്രീരാമൻ കേരളീയ ജീവിതത്തിൽ ഇഴചേർന്ന് വന്നിട്ടുണ്ടാകണം. അപ്പൊ അങ്ങനെ നമ്മുടെ ഭാഷയുടെ ചരിത്രത്തിലും ഭാഷയുടെ അംഗീകാരത്തിലും ഭാഷയുടെ മഹിമയിലും ഗരിമയിലും എല്ലാം ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ ഒരു കഥയാണ് രാമായണം, രാമന്റെ ജീവിതം. അപ്പൊ അതില് ആരുടെ വാക്കുകളെ പിൻപറ്റണം, ആരെയാണ് അനുകരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. കമ്പോട് കമ്പ് പഠിച്ച പണ്ഡിതന്മാരെ സ്വീകരിക്കണോ, പ്രത്യേക ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അതിനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നവരുടെ വാക്കിനെ സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്, നിങ്ങളുടെ ജനാധിപത്യ അവകാശമാണ്.